ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ നാടിനെ കൈത്താങ്ങാവാൻ സിവിൽ ഡിഫൻസ് വിങ്ങിനെ ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്. കണ്ണൂർ ജില്ലയിൽ മാത്രം പുതുതായി 360 പേരെ ചേർത്ത് വൻ സന്നാഹമൊരുക്കാനാണ് ഫയർഫോഴ്സ് ഒരുങ്ങുന്നത്. ഏതു ദുരന്തമുഖത്തും കൈകോർക്കാൻ മലയാളികൾ അറച്ചു നിൽക്കാറില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കൈ സഹായം നൽകാൻ സന്നദ്ധരാണ് ഈ ജനത. അവർക്ക് ശാസ്ത്രീയമായ പരിശീലനം കൂടി ലഭ്യമാക്കിയാൽ കൂടുതൽ കാര്യക്ഷമമാകും. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് സിവിൽ ഡിഫൻസിനെ വാർത്തെടുക്കുന്നത്. വയനാട് ദുരന്തമുഖത്ത് അടക്കം അതിന്റെ പ്രയോജനം നാം അനുഭവിക്കുകയും ചെയ്തു. സേവന സന്നദ്ധരായ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ സന്നദ്ധ സേനയുടെ ഭാഗമാകാം. പുതുതായി കണ്ണൂർ ജില്ലയിൽ മാത്രം 360 പേരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ ബാച്ചിന്റെ പരിശീലനവും ആരംഭിച്ചു. പുതുതായി സിവിൽ ഡിഫൻസിൽ എത്തിയവർക്കാണ് കണ്ണൂർ ഫയർഫോഴ്സ് ഓഫീസിൽ പരിശീലനം നൽകിയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ലക്ഷ്യം. അതിലേക്ക് സേവന തൽപരരായ ആളുകളെ കൂടി ചേർത്ത് ദുരന്തമുഖത്ത് എത്രയും വേഗം ഇടപെടലുകൾ നടത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന വിഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം 4ാം ക്ലാസ് കഴിഞ്ഞുള്ള എല്ലാവർക്കും വർക്ക് ചെയ്യാം, ഏത് ഫീൽഡിലുള്ളവർക്കും വർക്ക് ചെയ്യാം. ടീച്ചർമാർക്ക് വർക്ക് ചെയ്യാം, സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാം, മരം വെട്ടുന്നവർക്ക് വരെ, മണൽ വാരുന്നവർക്ക് വർക്ക് ചെയ്യാം, സാധാരണക്കാരന് ഒരു ജോലി ഇല്ലാത്തവർക്കും. അതുപോലെ എല്ലാ കഴിവുകളും, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടുതൽ നമ്മുടെ ട്രെയിനിങ് കൂടെ കിട്ടുമ്പോൾ അവർക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സിനേക്കാൾ എത്രയോ എണ്ണം വോളണ്ടിയർമാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾക്ക് 18 ഫ്ലഡ് ഉണ്ടായപ്പോൾ നമുക്ക് ദുരന്തത്തിന് നേരിടാൻ ആൾക്കാരില്ലായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ ഒരു ഫ്ലഡോ ഒരു ദുരന്തം, വയനാട് ലാൻഡ് സ്ലൈഡ് ആയാലും ഏത് ദുരന്തം ഉണ്ടായാലും ആയിരക്കണക്കിന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ നമുക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ 10,000-നടുത്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഫയർ റെസ്ക്യൂ ടീമിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ ഏറ്റവും പുതിയൊരു ജനറേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവരെല്ലാം നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ഇത്രയും പോപ്പുലേഷൻ ഒരു സേഫ്റ്റിയാണ്, ഒരു സുരക്ഷിതത്വം കൂടുകയാണ് ചെയ്യുന്നത് ഇവർ വരുമ്പോൾ. സേവന സന്നദ്ധരായി നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. അവർക്കെല്ലാം കൃത്യമായ പരിശീലനവും ഉറപ്പാക്കുന്നുണ്ട്. ഒരു കൂടുതലായിട്ട് നമുക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ, തെരച്ചിൽ, രക്ഷാപ്രവർത്തനം, സെർച്ച് രീതികൾ, പിന്നെ ഫയർ ഫൈറ്റിംഗ്, തീ അണയ്ക്കുന്ന ഫയർ ഫൈറ്റിംഗ് രീതികൾ, പിന്നെ ഫസ്റ്റ് എയ്ഡ്, CPR, പിന്നെ അത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, CPR കൊടുക്കുന്നത്, അതുപോലെ എല്ലാത്തരം ഫയർ ഫൈറ്റിംഗ്, പിന്നെ കെട്ടുകൾ, രക്ഷാപ്രവർത്തന വിധത്തിലുള്ള കെട്ടുകൾ, പിന്നെ സെർച്ച്, പലതരത്തിലുള്ള തെരച്ചിൽ രീതികൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഓരോ ദുരന്തത്തിന് എങ്ങനെ പെരുമാറണം, അപ്പോൾ ഏതൊക്കെ ദുരന്തത്തിന് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ജനങ്ങൾക്ക് എങ്ങനെ അവയർനെസ് കൊടുക്കണം, ജനങ്ങളെ ഓരോ ദുരന്തത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഫസ്റ്റ് എയ്ഡ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഫയർ ഫൈറ്റിംഗ്, പിന്നെ ഫയർ സർവീസ് എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ കെട്ടുകൾ, റെസ്ക്യൂ നോട്ട്സ്, അങ്ങനെയുള്ള എല്ലാത്തരം ട്രെയിനിങ്ങും ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ നമ്മുടെ 6 മാസം ട്രെയിനിങ് ആണ് ഫയർഫോഴ്സിന്. ആ ട്രെയിനിങ്ങിൻ്റെ ഒരു ചെറിയ ചുരുക്കം നമ്മളൊരു ഒരാഴ്ച കൊണ്ട് കൊടുക്കുന്നത്. ഏത് ദുരന്തമുഖത്തും ഫയർഫോഴ്സിനൊപ്പം തങ്ങളും ഉണ്ടാകുമെന്ന് പരിശീലനത്തിന് എത്തിയ സിവിൽ ഡിഫൻസ് അംഗങ്ങളും പറഞ്ഞു. സമൂഹത്തിനോട് സേവനം ചെയ്യാൻ റെഡിയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ വാളണ്ടിയറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ 25-28 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ബേബിയും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ അതെനിക്ക് ഇവിടെ വിനിയോഗിക്കാൻ പറ്റുന്നുള്ള തോന്നലുണ്ടായി. അതുകൊണ്ട് വാളണ്ടിയറായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒന്നും വന്നാൽ അതിൽ എന്താ പറയുക, ഫുൾ ടൈം ആക്റ്റീവായി നിൽക്കാൻ നമ്മൾ റെഡിയാണ്. അതാണ് അതിൻ്റെ ഒരു അത്രയും ഉറപ്പിലാണ് നമ്മൾ ഈ ഒരു ട്രെയിനിന് വേണ്ടി വന്നേക്കുന്നത്. ഓടിയൊന്നുമില്ല. വലിയ പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചല്ല യുവാക്കൾ ഉൾപ്പെടെ സിവിൽ ഡിഫൻസിന്റെ ഭാഗമാകുന്നത്. അതുതന്നെയാണ് സിവിൽ ഡിഫൻസ് വാരിയേഴ്സിന്റെ വിജയവും. പരിശീലന പരിപാടിയിൽ കണ്ണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ, ഫയർ ഓഫീസർമാരായ വിനീഷ്, അനുഷ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.